നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഹായ്, ഇന്ന് നമുക്ക് ഒരു അതിഥിയുണ്ട്. അതിഥി നമ്മളെ സുഹൃത്താണ്. പൊന്നാനി തീരദേശ സ്റ്റേഷനിലെ SI റുബീന മാഡാണ് നമുക്ക് ഇന്ന് നമ്മുടെ കൂട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിരിക്കുന്ന ഒരാളാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ നേരിട്ടൊന്ന് കണ്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ പൊന്നാനി തുറമുഖം അല്ലേ, പൊന്നാനി ബീച്ചിൽ വന്നിരിക്കുക. നല്ല തിരക്കാണ്. ഇതൊക്കെ ഐസ് പ്ലാന്റുകളാണ് അല്ലേ? ഇങ്ങനെ പൊന്നാനിയിലൊരു പുതിയ പള്ളിയും ദർസും എല്ലാം കൂടെ ആയിട്ടുള്ള ശരി ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ പുതിയ തുടങ്ങിയതാണ്. റുബീന മാഡത്തിന്റെ പിറകിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഇന്ന് പൊതുവെ നല്ല തിരക്കുള്ള ദിവസമാണല്ലേ? തിരക്കുണ്ട്, മഴയായിട്ട് കുറവായിരുന്നു. ഇന്ന് കുറച്ച് തിരക്കുണ്ട്. സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ അല്ലേ? എല്ലാവരും കൂടെ അവസാനത്തെ അടിപൊളിക്ക് വന്നു. ഇപ്പൊ ഇവിടെ പൊന്നാനി സ്റ്റേഷനിലെ തീരദേശ സ്റ്റേഷനിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ പൊന്നാനി വന്നിട്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നു. 6 മാസമായി. 6 മാസത്തേക്ക് വന്നത്. മുമ്പ് വന്നിരുന്നു പോയതാണ്. അതിന് മുമ്പ് എവിടെയായിരുന്നു? ഇവിടെ പൊന്നാനി സ്റ്റേഷനിൽ. അതിന് മുന്നേ ചങ്ങരകുളം, പൊന്നാനി, കുറ്റിപ്പുറം, മലപ്പുറം, തിരൂര്, കോട്ടക്കല്, അങ്ങനെ കുറെ ആയി. തീരാറായി ഏകദേശം. തീരാറായോ? 5 വർഷം. ഇനി 5 വർഷം ഏരിയ എന്ന് പറയുമ്പോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ മേഖലയാണ്. അതെ, ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ലൈഫ്? നല്ല ആളുകളാണ്, സ്നേഹമുള്ളവരാണ്. നല്ല എന്താ പറയുക, അവരെ ഒരു ജീവിത രീതി അനുസരിച്ചുള്ള ആളുകളാണ്. അവർക്ക് കടലിൽ പോവുക, പിന്നെ അങ്ങനെ ഒരുപാട് വരുമാനമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. അപ്പോഴത്തെ ജീവിതം അതാണ് അവരായിട്ട്. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് കരുതി വെക്കലോ അങ്ങനെയൊന്നുമില്ല. എന്നാലും പിന്നെ ഇനിയിപ്പോൾ അവർക്കൊരു വറുതിയുടെ കാലം വരുന്നത്. ജൂൺ 10-ാം തീയതി മുതൽ ട്രോളിംഗ് നിരോധനമാണ്. ഒക്കെ ഈ ബോട്ടുകളൊന്നും കടലിൽ പോവില്ല. അവരൊക്കെ ബോട്ട് പിടിക്കാൻ പോയത് ബോട്ടാണ്. നല്ല വിദ്യാഭ്യാസമാണല്ലേ? ഇവിടെ തന്നെ ഇപ്പൊ മാഡം പറഞ്ഞില്ലേ ഒരു MBBS ഉള്ള കുട്ടിയുണ്ട് എന്നുള്ളത്. അതെവിടെയാണ് സ്ഥലം? അത് മരക്കടവ് ആ ഭാഗത്ത്. ഒരു മത്സ്യത്തൊഴിലാളിയുടെ 2 മക്കൾ. മൂത്താൾ MBBS കഴിഞ്ഞു, രണ്ടാമത്തെ ആളിപ്പോ BDS ചേർന്നിട്ടുണ്ട്. നല്ല കുട്ടികളാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും അവർ ഒരുപാട് മുന്നേറി, വ്യത്യാസം വന്നു അല്ലേ? പിന്നെ അവർക്കൊരു ഇതുണ്ട്. സ്ത്രീകളൊക്കെ പണ്ടേ ഇവരിങ്ങനെ പുറത്തിറങ്ങാതെ ശീലമായതുകൊണ്ട് അവർ ഈ ഒരു ഏരിയ വിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മള് ഇപ്പോൾ ബീച്ചിലൊക്കെ ഓരോ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ചെന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് എല്ലാവരും വരും, കേൾക്കാനൊക്കെ ഫുൾ ആളായിരിക്കും. റുബീന മാഡം ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഇപ്പം ഒരു ക്ലാസ് കഴിഞ്ഞു. നമ്മളെന്താ വെച്ചാൽ ബീച്ച് ഏരിയയിലെ സ്ത്രീകൾ, കുട്ടികൾ, പിന്നെ വിദ്യാർത്ഥികൾ ഉള്ളവർക്കൊക്കെ പോയിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒന്ന് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് സഹകരിക്കും. അവർക്ക് ഇഷ്ടമാണ്, ക്ലാസ് എടുക്കണമൊക്കെ ഇഷ്ടമാണ്. പിന്നെ അധികം ക്ലാസ്സുകൾ നമുക്ക് വെള്ളിയാഴ്ച കിട്ടുള്ളൂ. അവർക്ക് ഫ്രീ ഉള്ള ദിവസം വീട്ടിലൊക്കെ. വെള്ളിയാഴ്ച അവർ കടലിൽ പോവില്ല? പിന്നെ നമ്മൾ ബീച്ചിൽ ഇങ്ങനെ അതേപോലെ ബോധവൽക്കരണമൊക്കെ, അങ്ങനെ ബോധവൽക്കരണമല്ല, അവരെങ്ങനെ കുറച്ചും കൂടെ ഈ ലഹരിയൊക്കെ ഉണ്ട് നല്ലോണം. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ കുട്ടികളെ ചെയ്യും. പെൺകുട്ടികളൊക്കെ പഠിച്ചു വരാൻ തുടങ്ങി. പിന്നെ അവരെ സ്വാഭാവികമായിട്ടുള്ള ഈ സ്ത്രീകൾ മുമ്പേ അവർ പുറത്തിറങ്ങാത്ത ഒരുപാട് ആളുകൾ. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പോകുള്ളൂ. അവർക്ക് അവിടെ എന്ത് കൊണ്ടു കൊടുത്താലും അവർ ഓക്കെയാണ്. നമ്മൾ ക്ലാസ് എടുക്കാനായാലും പുതിയ എന്തെങ്കിലും പിന്നെ കോഴ്സോ അല്ല, നമ്മളെന്തെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു പിന്നെ നമ്മൾ ഒന്നിച്ച് എവിടെന്നെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഒരു ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് നമ്മളൊന്ന് പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ചാൽ അവിടെ അവർ റെഡിയാണ്. നേരെ അപ്പുറത്തേക്ക്, കോടതിയുടെ അപ്പുറത്തേക്ക് അവർ വരില്ല. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കടലിൽ പോവോ? കുട്ടികളിപ്പോൾ കാണാം, ഇവിടെ നീന്തുന്നുണ്ടാവും. കുറെ കുട്ടികളൊക്കെ നീന്താൻ ഇറങ്ങിയിട്ടുണ്ടാവും ആ ഭാഗത്ത്. പക്ഷെ ഇന്നും തിരം ഇതുണ്ട്, നല്ല ശക്തിയുള്ള തിരകളാണ് വരുന്നല്ലേ? ഈ കടലിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. അപ്പൊ എങ്ങനെ ഈ ഒരു സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു സംഭവം അല്ലേ ഇത്? പേടിയില്ലേ? നല്ല പേടി. നമ്മൾ ഇനിയിപ്പോ സീസൺ തീരുമല്ലോ, നമ്മളിപ്പോ ഇനി മഴ വരുന്നില്ലേ, നല്ല കാലവർഷക്കാലം. നമ്മൾ കർക്കിടകത്തിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് സ്റ്റേഷനിൽ ഇരുന്നാൽ മതി. ഭയങ്കര ശബ്ദമായിരിക്കും. അപ്പൊ നമുക്ക് വന്നാലൊക്കെ പേടിയാവും. രാത്രിയൊക്കെ നമ്മളിവിടെ ബോട്ടൊക്കെ നിർത്തി വരും മേലുദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ
നമ്മുടെ ഹെഡ് ക്വാർട്ടറിൽ വരും ഒരു കപ്പല് ഒരു ബോട്ട് ഇങ്ങനെ കടലുണ്ട് ഇന്ന ഭാഗത്ത് വിട്ടിട്ടുണ്ട് ഇതുണ്ട് നമ്മൾ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയും. കപ്പല് എവിടെയെങ്കിലും ബോട്ട് കാണുന്നുണ്ടോ നോക്കാൻ. അപ്പൊ നമ്മള് വീട്ടിലിട്ട് എവിടെ വന്നാല് അങ്ങോട്ട് അടുക്കില്ല. അത്രയും ചുവന്ന കളറിൽ ഭയങ്കര അലർച്ചയായിരിക്കും. അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ കടൽ കാണാൻ ഇഷ്ടം. കടൽ എപ്പോഴും നല്ലതല്ലേ അല്ലേ? അവരെ ഫിഷിങ്ങിന് പോയതാണ്. അവരിനി നാളെ രാവിലെ കയറുന്നവരുണ്ട്. നാളെ രാവിലെ അങ്ങോട്ട് നോക്കൂ അറ്റത്തൊക്കെ. നാളെ ഒരുപാട് നോട്ടിക്കുമ്പോ മൈല് ദൂരാണ് ഇവരൊക്കെ. ശരി, അതിപ്പോ ദൂരെ എത്തിയേക്കാണല്ലേ. അപ്പൊ അവിടുന്ന് അവര് നാളൊക്കെ ഇനി കേറുള്ളൂ. നാളെ തിരിച്ചു വരുന്നവരുണ്ടോ? ഒരു പുലർച്ചെ തൊട്ട്. ശരി, നാളെ പുലർച്ചെ മീനുമായിട്ട് വരും. ചില ബോട്ടുകൾ ഒരു 2-3 ദിവസത്തിന് ബോട്ട് പോണവരുണ്ട്. അന്ന് രാത്രി 12 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം എത്തുന്നവരുണ്ട്. അങ്ങനെ ദൂരെ പോണവരൊക്കെ 3-4 ദിവസം പോയിട്ട് വരുന്നവരുണ്ട്. രസകരമായ ലൈഫാണ്. പക്ഷേ നല്ല ആളുകൾ നല്ല ഞാൻ 2002 വരുന്ന സമയത്തുള്ള ആ പരിചയം വരെ ഇപ്പോഴും 2002 അന്ന് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് പൊന്നാനി സ്റ്റേഷനിൽ. അന്ന് നമ്മളെ കണ്ട ആളുകളില്ലേ സാറേന്ന് വിളിച്ചിരുന്ന അതേ സാറേന്ന് വിളിക്കുന്ന ആൾക്കാർ അതേ ആളുകൾ ഇപ്പോഴും സ്നേഹമായിരിക്കും അല്ലേ? സ്നേഹമാണ് അവർക്ക്. പക്ഷെ ഒരു പെട്ടെന്ന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ പ്രതികരണം പെട്ടെന്നായി. അത് നമുക്ക് എപ്പോഴാ എന്താ പറയാന്ന് പറയാൻ പറ്റില്ല. അതാണെന്നാ പറയണത്. ശരിക്കും നിങ്ങൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത്? പോലീസിൽ ഇപ്പോൾ അതേ പറ്റുള്ളൂ, എൻജോയ് ചെയ്യാം. നമ്മളിങ്ങനെ വെറുതെ വിഷമിച്ച് ജോലി പ്രയാസം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തായാലും നമ്മള് ഫോഴ്സിലാണ്. പിന്നെ നീന്ത ആഴമുണ്ടെന്ന് അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞവര് നമ്മളിതിന്റെ ആ ഒരു ഇതിന് പോവാ. ആ ബോട്ട് നിൽക്കുന്ന സ്ഥലം ഭാരതപ്പുഴയാണ്. ഇപ്പുറത്ത് കടലും ഇപ്പുറത്ത് കടലും രണ്ടും കൂടി ചേരുമ്പോ അഴിമുഖം. ഈ ഒരു കെട്ട് ഇങ്ങനെ കാണില്ലേ, ആ കെട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ട്. ഇനി അതിന്റെ അപ്പുറത്ത് കാണുന്നില്ലേ, അത് കര, അത് പടിഞ്ഞാറേക്കര ജങ്കാർ സർവീസ് ഒക്കെ ഉള്ള സ്ഥലം. സർവീസ് ഇപ്പൊ ഇല്ല, ഇപ്പൊ ബോട്ട് സർവീസാണ്. ഇവിടെയൊക്കെ ഒന്ന് കയറും. കാറ്റിനൊരു വേറെ ഗന്ധം. മീൻ്റെ എത്രങ്ങാനും ബോട്ടുകളല്ലേ അമ്മ. എത്ര ആളുകളുടെ ഉപജീവന മാർഗം അത്. നിൽക്കൂല, അന്തരീക്ഷം മോശം. ഇപ്പൊ ആയില്ലേ, 9-ാം തീയതി ആയില്ലേ, അടുത്ത മാസം. അപ്പോൾ उसको लुटा है कहाँ गुली है गुली सुल्फू पता है अब इसको पता है तेरा मुस्क पता है ये इसको भी लेंगा एक बार मिला दे यार मिला दे यार मिला दे यार मिला दे. അടിപൊളി അടിപൊളി നന്നായിട്ട്. ഒരു കാലത്ത് രാജാവായിരുന്നിരിക്കണം അല്ലേ? എല്ലാം ഇപ്പൊ സട കൊഴിഞ്ഞ സിംഗായി. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മുടെ സുഹൃത്ത് റുബീന മാഡം, നമ്മുടെ പൊന്നാനിത്തെ നമ്മുടെ സുഹൃത്താണ്, പൊന്നാനി സ്റ്റേഷനിലാണ്. അപ്പോൾ മാഡുമായിട്ടുള്ള ഒരു ചെറിയ യാത്ര, ഒരു സായാഹ്ന യാത്ര. കർമ്മ പാലല്ലേ, കർമ്മ റോഡിലേക്കുള്ള പാലം കൂടെ നമ്മൾ 6 മാസം നല്ല ഭംഗിയുണ്ട് അല്ലേ? വന്നിട്ടില്ല, ഇല്ല, ഈ വഴിയാണ് വന്നിട്ടില്ല. കർമ്മ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ വരും. ഇങ്ങോട്ട് കടന്നിട്ടില്ല അല്ലേ? ഹാർബറിലേക്ക് കിടക്കുന്ന റോഡാണ്. നല്ല നടപ്പാത, നല്ല ചണ റോഡ്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോയാൽ നമ്മൾ ഈ ചന്തപ്പടിക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കട്ടിങ് ഉണ്ട്. ഓരോ പൊന്നാനിയുടെ ഓരോ സ്ഥലങ്ങളിലേക്കും പോണ കട്ടിങ്. 5 കിലോമീറ്റർ. ഒരുപാട് സഞ്ചാരികളുണ്ട്, ഒരുപാട് സാധ്യതകളുള്ളൊരു സ്ഥലമാണ് പൊന്നാനി ബീച്ച്. ഉറങ്ങുന്ന ചരിത്ര നഗരം. വീണ്ടും ചായപ്പിലെ സ്പെഷ്യൽ വെളിച്ചെണ്ണ പത്തിരി, ചുട്ടരച്ച ചിക്കൻ, പഴംപൊരി, ബട്ടൂര, ബീഫ്, പാൽക്കപ്പ, ബീഫ്, കായ്പോള, ഇറച്ചി, കേക്ക്, ഇടിമുട്ട
അതെ, പോലീസ് സ്റ്റേഷനിലുള്ള ആളോടെ ഇടിമുട്ടാന്ന് പറയുമ്പോ ഇടിക്കട്ട പോലത്തെ എന്തോ ഒരു സാധനം. ഇതാണ് ചായപ്പിലെ സബിതയുടെ സ്പെഷ്യൽ ഇടിമുട്ട. അതിന് ഇങ്ങനെ ആക്കിയത് എങ്ങനാണോ? ഒന്ന് നമുക്ക് സബിത ലിയാക്കത്തിന്റെ ചായപ്പിലാണ് വന്ന് കർമ്മ റോട്ടിൽ ഇതിലെ വരുന്ന ആളുകളൊക്കെ വരിക. നല്ലൊരു ആംബിയൻസ് ആണ്. നേരെ അപ്പുറത്ത് പുഴ, കർമ്മ റോഡ്, നല്ല തിരക്കാണ്. ഇവിടുത്തെ സ്പെഷ്യല് കാപ്പിയാണേ. നല്ല കാപ്പിയും പിന്നെ നല്ല കട്ടൻ കിട്ടും. പിന്നെ വെളിച്ചെണ്ണ പത്തിരി, മറ്റേ എന്താ പറയാ, പല സ്പെഷ്യൽ പൊന്നാനി പലഹാരങ്ങളാണ്. ഇത് പഴം നിറച്ചതാണ്. അതാണ് ഇപ്പം നമ്മള് റുബീന മാഡത്തിന് ഇതിന്റെ അതിഥിയാണ്. സബിതയുടെ സ്പെഷ്യൽ അടിപൊളി, നല്ല രസം കിട്ടൊക്കെയാണ്. ഒരു ഹായ് പറഞ്ഞേ. സബിത സ്പെഷ്യൽ ഇടിമുട്ട എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കിയേ, എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ. സബിതയുടെ ഇടിമുട്ടക്ക് സൂപ്പർ സൂപ്പർ അല്ലേ? മറ്റേതോ അത് നോക്കി നോക്കൂ. മറ്റേതല്ലേ? വേറെ എന്തോ ഒരു പത്തിരിയാണ്. ചട്ടിപ്പത്തിരി. പൊന്നാനിത്തെ പലഹാരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? പൊളി. അങ്ങനെ പിന്നെ ഞാൻ വന്നു. റുബീന മാഡം ഇതിലെ കൂടിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാറുണ്ടെങ്കിൽ കൂടി യൂണിഫോമിലാകുമ്പോ അങ്ങോട്ട് കേറിയിട്ടില്ലാന്ന് പറയണു അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് കാപ്പി? അടിപൊളി കാപ്പി, അടിപൊളി കാപ്പിയാണ്. അതായത് സബിത പറയുന്നത് ഇവിടെ നല്ല അടിപൊളി കാപ്പിയാണ്, പക്ഷെ ചായ കുടിക്കാൻ സബിത അപ്പുറത്തേക്കാണ് പോവാന്നാണ് പറയണത്. ഞാനിവിടെ കോഫി കുടിക്കാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട്, കാരണം സൂപ്പർ കോഫി അല്ലേ. അടിപൊളി കോഫി, സൂപ്പർ. ഞാൻ വെറുതെ പറയല്ലോ, ഫേസ്ബുക്കിൽ തള്ളല്ല. പക്ഷെ ഞാൻ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ സബിത അപ്പുറത്തേക്ക് പോകും. ഇവിടെ പക്ഷെ കാപ്പിയാണുള്ളത്. അപ്പൊ എന്തായാലും കാപ്പി സ്റ്റൈൽ അടിപൊളി. കാപ്പി മാത്രല്ല, അടിപൊളി പേരുകളാണ്. വെളിച്ചെണ്ണ പത്തിരി, നമ്മുടെ ചുട്ടരച്ച ചിക്കൻ, പിന്നെ എന്താ നമ്മള് ഇടിക്കട്ട പോലത്തെ ഒരു സാധനം കഴിച്ചു. ആയിക്കോട്ടെ, എല്ലാവരും ഇതിലെ വരുമ്പോ വരിക, ചായപ്പിൽ കയറുക, ഭക്ഷണം കഴിക്കുക, ഇടിമുട്ട കഴിക്കുക, ചിക്കൻ നിറച്ചതും പൊരിച്ചതും ഒക്കെ ഉണ്ട്, കഴിച്ച് പാൽക്കപ്പ ഉണ്ട്. നല്ലൊരു ഈവനിങ്. തുർക്കി പത്തിരി, പൊന്നാനിയിൽ ഇരുന്നിട്ട് തുർക്കി പത്തിരി കഴിക്കാം. നിള കാണാം, പുഴ കാണാം, മഴ കാണാം, എല്ലാം കാണാം. ശരി, ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടിപൊളിയല്ലേ? നമ്മള് ഒരു ചെറിയ മനോഹരമായ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായോന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലെങ്കിലും പ്രത്യേകത ഉള്ളൊരു ദിവസമായിരുന്നു. ഭാരതപ്പുഴയും ചായപ്പും എല്ലാം കൂടി പൊന്നാനിയാണ്. പ്രത്യേകിച്ച് പൊന്നാനിയുടെ ഒരു കാറ്റ് മതി. പൊന്നാനിയുടെ കാറ്റിന് വരെ ഉണ്ടായിരിക്കും 100 കൂട്ടം കഥകൾ പറയാൻ. അപ്പൊ ആ പൊന്നാനിയിലെ കാറ്റും കഥകളും ഒക്കെ കേട്ട് നമ്മുടെ അറബിക്കടലിന്റെയും പുഴയുടെയും കർമ്മ റോഡിന്റെയും പിന്നെ റുബീന മാഡത്തിന്റെ ഒരു പ്രസൻസ്, സബിതേനെ കണ്ടു, കുറെ സുഹൃത്തുക്കളെ കണ്ടതിന്റെ സന്തോഷവുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.